إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശൂറ 29-32 വചനങ്ങളുടെ വ്യാഖ്യാനം. ആ ഫിർഔനുമായി മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫിർഔൻ പറഞ്ഞു, ലഇനിത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ, അതായത് ഒരു ദൈവത്തെ നീ അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ, മൂസാ നബിയോട് പറയുകയാണ്, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ, ഒരു ആരാധ്യനെ നീ സ്വീകരിക്കുകയാണെങ്കിൽ ലഅജ്അലന്നക, നിന്നെ ഞാൻ ആക്കുക തന്നെ ചെയ്യും, മിനൽ മസ്ജൂനീൻ, തടവുകാരുടെ കൂട്ടത്തിലാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ ആ തടങ്കറയിൽ, ആ തടങ്കലിൽ കൂട്ടിയിടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് വലിയൊരു കഠിനമായ ശിക്ഷ നിനക്ക് നൽകുമെന്നാണ് ഈ ഫറോവ പറയുന്നത്. അക്രമത്തിന്റെ ധിക്കാരത്തിന്റെ പാതയിലേക്ക് കടക്കുകയാണ്. കാരണം അവന് സത്യം കുറേശ്ശെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അത് അംഗീകരിക്കാൻ അവൻ കൂട്ടാക്കുന്നില്ല. അതാണ് അവൻ ദാഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും രൂപത്തിലേക്ക് മാറുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ തടങ്കലിൽ പാർപ്പിക്കുമെന്നാണ് അവൻ പറയുന്നത്. അവനെ ഇലാഹായി അംഗീകരിക്കുന്നില്ല എങ്കിൽ അടുത്ത ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി കൊടുക്കുകയാണ്. കാരണം കൈവിട്ടു പോകുകയാണ്, അതിക്രമത്തിന്റെ മാർഗത്തിലേക്ക് കടക്കുകയാണ് ഫറോവ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവലോ ജിത്തുക, ഞാൻ നിനക്ക് കൊണ്ടുവന്നാലോ, ഞാൻ നിനക്ക് കൊണ്ടുവന്നാൽ നീ സമ്മതിക്കുമോ എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തുകൊണ്ടുവന്നാൽ ബിശൈഇൻ മുബീൻ, ഒരു വ്യക്തമായ സുവ്യക്തമായ ഒരു കാര്യം നിനക്ക് കൊണ്ടുവന്നാൽ, അതായത് സുവ്യക്തമായ ഒരു ദൃഷ്ടാന്തം നിനക്ക് കൊണ്ടുവന്നാൽ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അങ്ങനെയുള്ള ഒരു സുവ്യക്തമായ ഒരു ദൃഷ്ടാന്തം നിനക്ക് ഞാൻ കൊണ്ടുവന്ന് തരുകയാണെങ്കിൽ നീ അംഗീകരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ വലിയൊരു ദൃഷ്ടാന്തം കാണിക്കാൻ പോകുകയാണ്, അത് കണ്ടു കഴിഞ്ഞാൽ നീ ഞാനൊരു റസൂലാണെന്ന് അംഗീകരിക്കുമോ, റബ്ബുൽ ആലമീൻ അംഗീകരിക്കുമോ എന്നാണ് മൂസാ നബി അലൈഹിസ്സലാം ആ ഫറോവയോട് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.